ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ സൺഡേയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചേർത്തേക്കുന്നത്. കാരണം സൺഡേ എനിക്ക് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നില്ല. ഇന്നലെ നിങ്ങൾ സാറ്റർഡേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കറികൾ വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സൺഡേ വലിയ പണികളുണ്ടായിരുന്നില്ല. പിന്നെ റിച്ചാർഡും വീട്ടിലുണ്ടായിരുന്നില്ല. റിച്ചാർഡ് വന്നത് രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് സ്പെഷ്യലൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. തലേ ദിവസം വെച്ച കറികളൊക്കെ കൂടിയിട്ട് ഞാനും പപ്പയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഡേ വേറെ ചില കാര്യങ്ങളൊക്കെയും ചെയ്തത്. ആ കാര്യങ്ങളും അതുപോലെ തന്നെ മൺഡേയിലുള്ള കാര്യങ്ങളുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളുകളൊക്കെ തുറന്ന് വീണ്ടും എല്ലാവരും തിരക്കിലേക്ക് പോയി, ടെൻഷനിലേക്ക് പോയി. കാലത്ത് തിരക്ക്, കുഞ്ഞുങ്ങളും അമ്മമാരും എല്ലാവരും കൂടി ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ കൂടുതൽ ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അത് കൺട്രോൾ ചെയ്യേണ്ട സമയവും കൂടിയാണിത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് പറഞ്ഞത്. കാരണം കുട്ടികളാണെന്ന് വിചാരിച്ച് അവരുടെ നേരെ ബഹുമാനമില്ലാതെ ഒരിക്കലും പെരുമാറരുത്. കാരണം നിങ്ങൾ അങ്ങനെ പെരുമാറാൻ തോന്നും. നമുക്ക് സ്വാഭാവികമാണ്. കുട്ടികളുടെ വികൃതിയും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകും, പെരുമാറിപ്പോവും. പക്ഷേ ആ സമയത്ത് നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ കുഞ്ഞിനേക്കാളും ലോകം കണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളാണെന്നുള്ളൊരു ചിന്ത വേണം. ആ കുഞ്ഞ് വളർന്ന് വരുന്നേയുള്ളൂ, അവനൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ നേരെ ബഹുമാനത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക. അവനോട് ദേഷ്യപ്പെടാൻ തോന്നുന്ന സമയത്ത് അവൻ അല്ലെങ്കിൽ അവൾ വളർന്ന് വലിയ സ്ത്രീയും പുരുഷനുമായിട്ടാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്നും അടി കൊടുക്കാനാ വഴക്ക് പറയാനാ ഒന്നും തോന്നില്ല. കാരണം കുട്ടികളുടേതായ പ്രായത്തിൽ അങ്ങനെ വരേണ്ടത്. കുട്ടികളങ്ങനെ നടക്കട്ടെ, അതിനെ അടിച്ചമർത്താനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇവർ വലുതായി നിൽക്കുന്നത്, വലിയ ഒരു പുരുഷനായിട്ട് അമ്മയെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നതും, വലിയ ഒരു സ്ത്രീയായിട്ട് അമ്മയ്ക്ക് കരുതലായിട്ട് എന്ത് കാര്യത്തിന് കൂടെ നിൽക്കുന്ന ഒരു മകളായി കാണുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ നേരെ ഒന്നും ആക്രമണം ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുക എല്ലാവരും. കാരണം ഇന്നിപ്പം നമ്മൾ നമ്മുടെ സങ്കടവും ദേഷ്യവും കൊണ്ട് കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുകയോ തല്ലുകയൊക്കെ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എന്നും മായാത്ത മുറിവായി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് ഒരു ഉപകാരമില്ല, അവരങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ കുറേ ആളുകൾ പറയണ കേൾക്കാറില്ലേ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അത് ഇവരറിയുന്നില്ല. ഇവരുടെ കയ്യിൽ നിന്ന് വന്നേക്കുന്ന ആ ഒരു പിഴവുകൾ മാതാപിതാക്കൾ അറിയുന്നില്ല. കാരണം അവരത് ഭയങ്കര ചെറിയ കാര്യങ്ങളായിട്ടാണ് അവരത് ശ്രദ്ധിക്കാതെ പോയേക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങളുണ്ടല്ല, കുട്ടികളുടെ മനസ്സിനെ വളരെയധികം ബാധിക്കും എന്നുള്ളത് ചിന്തിക്കുക എപ്പോഴും. കുഞ്ഞു കാര്യങ്ങൾ പിള്ളേരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അവരുടെ ആ ചെറിയ മനസ്സിൽ ആ വിഷമം വലുതായാലും പോകില്ല. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ അത് ഇത്രയും ചെറിയ കാര്യം ഇത്രയും പ്രായമായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് കൊണ്ട് നിങ്ങൾ ഈ ഒരൊറ്റ കാഴ്ചപ്പാട് നോക്കിയാൽ മതി. കുഞ്ഞുങ്ങളെ തല്ലണം, വഴക്കുറയണം, അവരുടെ മീതെ ആക്രോശം അയച്ചു വിടണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളായിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർ വലിയ പുരുഷനാണ് അല്ലെങ്കിൽ വലിയ സ്ത്രീയായിട്ട് നിൽക്കുന്നതെന്നൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാൻ തോന്നില്ല കേട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. കാരണം എനിക്കറിയാം കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമതകളും പിന്നെ വീട്ടിൽ കൂട്ടുകുടുംബമാണെങ്കിൽ തീർന്ന് അവർ എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കി കുഞ്ഞിനെ നമ്മളെ കൊണ്ട് തല്ലിപ്പിക്കും. അങ്ങനത്തെയൊക്കെയുള്ള സമയം. പിന്നെ ഇപ്പം കൂട്ടുകുടുംബമൊന്നും അധികം ഇല്ല, ആ ഒരു പ്രശ്നമില്ല. വളരെ റയറാണ് കൂട്ടുകുടുംബങ്ങൾ. എങ്കിൽ തന്നെയും ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്നും വഴക്ക് പറയാനോ ഒന്നും തോന്നില്ല കേട്ടോ. കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ. ആ സമയത്തല്ലേ അവർ ആ വികൃതിയും കാര്യങ്ങളും കാണിക്കുള്ളൂ. കുറേ വലുതാകുമ്പോൾ അവർ കാണിക്കും. അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ. അതങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് ക്ഷമയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ എല്ലാ അമ്മമാരും ക്ഷമയോടുകൂടി നമ്മളുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തു പോകുക കേട്ടോ. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്കൊക്കെ പറ്റിയിരിക്കുന്ന തെറ്റുകളിൽ നിന്നുമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് പേര് വിചാരിക്കും, അപ്പോൾ കൊച്ചുങ്ങൾ എന്ത് വികൃതി കാണിച്ചാലും മിണ്ടാതിരിക്കണമെന്നാണ് ആ ചേച്ചി പറഞ്ഞതെന്ന്. അങ്ങനെയല്ല, കുട്ടികളോട് റെസ്പെക്റ്റോടുകൂടി പെരുമാറി കാര്യങ്ങൾ പറയുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ദേഷ്യപ്പെട്ട് ഒരിക്കലും കുട്ടികളോട് പെരുമാറരുത്. കുട്ടികൾ തിരിച്ചും ദേഷ്യപ്പെട്ട് തന്നെ നമ്മളോട് പെരുമാറും. നമ്മൾ എങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നു അതുപോലെയാണ് അവർ ഇങ്ങോട്ട് പെരുമാറുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളുടെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമ്മൾ അപ്പം തന്നെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് സംസാരിക്കണം കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെ അവരെ ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളായിട്ട് വളരണം എന്ന് വിചാരിച്ച് ആപത്തിൽ പെടുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കുക എന്നല്ല ഞാൻ പറയണത്. കുട്ടികളുടെ അടുത്ത് പെരുമാറുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് പെരുമാറുക. കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം ഇതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ല സൺഡേയിലെ കാര്യങ്ങൾ ഞാൻ അത് ചേർത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ കാണിക്കുന്നത് സൺഡേയിലെ കാര്യങ്ങളാണ്. കാരണം സൺഡേ നമ്മൾ ഈ നമ്മുടെ പുറത്തുള്ള ഡോഗിന് കൊടുക്കാനായിട്ട് കുറച്ച് ചിക്കൻ ഫീറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേ തിരക്കുള്ള ദിവസം ഇതുകൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് കൊണ്ടുവന്ന് തരും ലേറ്റ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞ് പപ്പ പോയി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫീറ്റും എടുത്തിട്ട് പോരാൻ പറ്റും പുറത്തുള്ള ഡോഗ്സിന് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളുടെ റൂബിക്കും റിച്ചാർഡിനൊക്കെയുള്ള ചിക്കനും മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പപ്പ പോയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഫീറ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ടാകുന്ന കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി അതിന് നഖം വെട്ടിയെടുക്കുന്നതിനൊക്കെ നല്ല പണിയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് കേട്ടോ. ഈ ലെഗിൻ്റെ സ്മെല്ല് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മാസ്ക് വെച്ചിട്ട് ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഒന്ന് കൈ കഴുകിയിട്ട് പോയി മാസ്ക് എടുക്കാനായിട്ട് തോന്നിയതുമില്ല. അപ്പോൾ മാസ്ക് വെച്ച് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും സ്മെല്ലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്മെല്ലങ്ങനെ അധികം അങ്ങോട്ട് വരില്ല. ഇതിപ്പോൾ എനിക്ക് മടിയായി. കാരണം പുറത്ത് പോയി ഇരുന്ന് അവിടെ താഴെ ഇരുന്നിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എന്നെ അങ്ങോട്ട് വേഗം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് സിങ്കിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കൊട്ടിയിട്ടിട്ട് ചെയ്യണേന്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. കാരണം കുക്കറിലെല്ലാം കൂടി കൊള്ളില്ല. അപ്പോൾ കുക്കറിൽ കൊള്ളാവുന്ന ഒരു രണ്ടായിട്ട് വേവിച്ച് കുക്കറിൽ ഒരു സെറ്റ് ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും ഇട്ടിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ച് പിന്നെ അത് വെച്ചതിന് ശേഷമാണ് മറ്റുള്ള ലെഗ് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. നഖം ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നഖത്തോടു കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കൊടുക്കാനൊന്നും ആളില്ല. നമ്മൾക്ക് പറ്റേയില്ല അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട്. നമ്മൾ കടി മേടിച്ച് പോരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് അവർക്കുള്ള ഭക്ഷണം കൊടുക്കണത് കേട്ടോ. അതും ഇതുമൊക്കെ വാരി വലിച്ച് എനിക്ക് കൊടുക്കാൻ പേടിയാണ്. കാരണം നമുക്ക് റൂബി ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കൊടുക്കണം. അപ്പോൾ റൂബിക്കുള്ള ചിക്കൻ ഞാൻ വേറെ വേവിച്ചിട്ടുണ്ട്. ഇവർക്കുള്ളത് 2 പാത്രത്തിൽ വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ചേച്ചി എന്താ അത് എടുത്തതെന്ന് കുറച്ച് പേരിങ്ങനെ ചോദിക്കും. കുക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ എടുക്കരുതെന്നൊക്കെ. അങ്ങനെ ഇല്ല. കാരണം എന്ത് സാധനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന് ഒരു കുഴപ്പമില്ല. കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ. കാരണം നമ്മൾ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് അത് പാകം ചെയ്യാനൊക്കെ വെക്കണം. അതുകൊണ്ട് പിന്നെ ആ ഒരു അഴുക്ക് ഉണ്ടാകുമെന്നുള്ള പേടിയൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സൺഡേ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂബിയുടെ ഈ ബെഡ് തിരിച്ച് കൊടുക്കണ്ട. ഏതായാലും 1 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അത്രയും വിലയിലേ ഉള്ളൂ. 429 രൂപയെ വിലയുള്ളൂ. അപ്പോൾ 1 വർഷത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാമല്ലേ. ഇപ്പോൾ തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ ചെയ്യാം കേട്ടോ. 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാം. ഞാൻ വേണ്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ ആ ബെഡ് എടുത്തിട്ട് അതൊന്ന് നൂല് പൊട്ടിച്ച് ഒരു സൈഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ഞി കയറ്റി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പപ്പ പറഞ്ഞ് അത് അങ്ങനെ ചെയ്യണ്ട. കാരണം അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ടോയ്കളുടെ അകത്ത് വെക്കുന്ന ആ പഞ്ഞി പോലത്തെ ഒരു വെള്ള കളറിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമില്ല. എനിക്ക് എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അതാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പഞ്ഞി എടുത്ത് വെക്കണ്ട എന്ന് പപ്പ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു അന്നേ ശരിയാണ്. അന്നേ പിന്നെ 2 പില്ലോ കവർ എടുത്തിട്ട് ഒന്ന് റൗണ്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ പഴയ കളയാൻ വെച്ചേക്കുന്ന തലോണിയുടെ അകത്തുനിന്ന് കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഈ സ്പോഞ്ച് എടുത്തിട്ട് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്ക്കാനിരുന്നതാണ്. അപ്പോൾ മിഷ്യൻ മൊത്തത്തിൽ കേട് തന്നെ. അങ്ങനെ കേടല്ല, നൂലിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ വന്നിട്ട് കുറേ അധികം നേരം പോയി. എങ്കിലും തയ്ച്ചു കൊണ്ടുവന്ന് ഇതിനകത്തുനിന്ന് ഇത് കളയാൻ വെച്ചിരുന്ന 2 പില്ലോയായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഇതെടുത്തിട്ട്, കാരണം ഇതിൻ്റെ മീതയിൽ റൂബിനെ കിടത്തണില്ല. ഇത് താഴെ ഒരു പൊക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡായിട്ട് വെച്ചിട്ട് നമ്മളുടെ പുതിയ ആ ബെഡ് തിന്നായിട്ടുള്ള ബെഡ് ഇതിൻ്റെ മീതയിൽ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് പപ്പ പറഞ്ഞു തന്ന ഐഡിയ. അത് വല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പോഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലിട്ടിട്ട് അതിട്ടാലും മതി. പക്ഷേ നമ്മുടെ അടുത്ത് സ്പോഞ്ചിൻ്റെ പീസ് ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ബെഡൊക്കെ സെറ്റാക്കി. പിന്നെ റിച്ചാർഡ് പോയിട്ട് മഴയത്ത് നനഞ്ഞ് കുളിച്ചാണ് തിരിച്ചെത്തിയത്. റിച്ചാർഡെ വേഗം ഉടുപ്പ് മാറും, മഴയത്ത് നനഞ്ഞ് വന്നേക്കുക. ഗ്യാസാണ് നമുക്ക് ഭയങ്കര ഇതാണ്, ഗ്യാസ് പ്രോബ്ലം. പറ ഇതെന്താ? റിച്ചാർഡ് എനിക്ക് ഇന്നലെ കൊണ്ടുവന്ന് തന്ന ഗിഫ്റ്റാണിത്. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഇത് അൺബോക്സ് ചെയ്യണത്. എന്നാൽ അൺബോക്സ് ചെയ്യില്ലേ?
റിച്ചാർഡിനൊരു പ്രത്യേകത ഉള്ളത്, അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിക്കാൻ പോയാൽ അതിനോടൊപ്പം എന്തെങ്കിലും എനിക്ക് മേടിച്ചിരിക്കാൻ ഭയങ്കര ഒരു സങ്കടം എന്നാണുള്ളത്. ഞാനത് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ. കാരണം ആ ഒരു ഗിഫ്റ്റ് മേടിക്കുമ്പോഴുള്ള പണച്ചെലവും അതിനോടൊപ്പം വേറൊരു പണച്ചെലവും കൂടി അവൻ വരുത്തുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പക്ഷെ അവൻ്റെ സന്തോഷം അതാണെങ്കിൽ എൻ്റെയും സന്തോഷം അത് സ്വീകരിക്കുക എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം. ഇപ്പം അവൻ്റെ ടീച്ചറിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണ്, പെർഫ്യൂം മേടിക്കാൻ പോയതാണ് ലുലു മോളിൽ. ടീച്ചറിന് ഗിഫ്റ്റ് മേടിക്കുമ്പോൾ ആർക്ക് ഗിഫ്റ്റ് മേടിച്ചാലും അവനപ്പം തന്നെ എൻ്റെ, അത് നിങ്ങൾ വേറെ പല വീഡിയോയിലും അത് കാണാറുണ്ട്. പപ്പയ്ക്ക് ഗിഫ്റ്റ് മേടിക്കുമ്പോഴും റോജന് ഗിഫ്റ്റ് മേടിച്ചാലും ഒക്കെ ആ കൂട്ടത്തിൽ അവൻ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് പതിവാണ്. അവന് സ്വന്തം മേടിച്ചാലും അവനെന്തെങ്കിലും എനിക്ക് മേടിച്ചു തരും. ഇതേ പെർഫ്യൂം കൊണ്ടുവന്നിട്ട് ഇത് അജ്മിയുടെ അല്ലേടാ, സോറി അജ്മി പുട്ടൂരിയ, ഇത് അതെന്താന്നറിയാമോ, അവിടെ എൻ്റെ തെയ്യം താഴെ വീട് പൊട്ടണ കുപ്പിയല്ലേ, ആ പൊട്ടണ കുപ്പിയാ. എൻ്റെ അമ്മേ നല്ല ഭംഗിയായിട്ടാ കാണാൻ. ഇനി നമുക്ക് നോക്കട്ടെ, പിടിക്കും നല്ല സ്മെല്ലാ, നല്ല സ്മെല്ലാണ്. കുറച്ചേരം ഇരുന്നാലേ ആ സ്മെല്ലിൻ്റെ ഒരു താങ്ക് യു. സൂപ്പർ സംഭവമാണ്. പക്ഷെ ഞാനിത് തിരിച്ച് കാണിക്കണത്. അപ്പം ഇത് താങ്ക് യു. അപ്പം ഇത് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടിയേ കാണിച്ചു തരാനായിട്ട്. എടാ ഫ്ലോസ് നമ്മളിപ്പോൾ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണല്ലേ, അപ്പോൾ ഇതുപോലെ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഫുഡ് വേസ്റ്റ് കയറുമ്പോൾ കളയാനായിട്ടൊരു സംഭവമുണ്ട്. ഇത് എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ ഒരുപാടുണ്ട്. ഒരു ഹാൻഡിലോട് കൂടിയിട്ട് ഒരു നൂലിങ്ങനെ, ഒരു ഹാൻഡിലും ആ നൂല് വെച്ചിട്ട് നമുക്കിങ്ങനെ പതിയെ ഈ പല്ലിൻ്റെ ഇടകളിലൊക്കെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫുഡ് വേസ്റ്റ് മാറും, പോയി കിട്ടും. അപ്പോൾ അത് അതിനേലും നല്ലത് ഇതുപോലെ നമുക്ക് നൂലാണ്. ഈ നൂല് ഇതിന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് കാണിച്ചെടുച്ചാടെ, ഞാനിത് എടുത്തിട്ടില്ല. ഇത് റിച്ചാർഡ് യൂസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരണമെന്ന് ഞാൻ വേഗം, ഇത് അറിയില്ലാത്ത കുറേ പേരുണ്ട്. ഇങ്ങനെ വലിച്ച് കുറച്ച് നൂലെടുത്തിട്ട് ഒന്ന് അതിൽ തന്നെ പൊട്ടിച്ചെടുക്കാനുള്ളൊരു സംഭവമുണ്ട്, കാണിച്ചു. ഇതിനെ പറഞ്ഞത് ഫ്ലോസ്. എന്നിട്ട് ഈ നൂല് ഒരു പശ പോലെ ഉണ്ട് കേട്ടോ. ഈ നൂല് ഒരു പിടിക്കുമ്പോൾ ഒരു പശ പോലെ ഉണ്ട്. നമ്മുടെ പല്ലിൻ്റെ ഈ ഇതിൻ്റെ ഇടയിലൊക്കെ ഇല്ലേ, വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് പൊട്ടും. ഇത് കൂടുതൽ താഴേക്കാക്കിയിട്ട് വലിക്കൊന്നും ചെയ്യരുത്, നമ്മുടെ മോണ പൊട്ടും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വളരെ എളുപ്പമായിട്ടും തോന്നും. ഞാനത് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ പല്ലിൻ്റെ ഇടയിൽ നമ്മുടെ ടൂത്ത് പിക്കും സേഫ്റ്റി പിൻ വരെ വെച്ച് കുത്തി നശിപ്പിച്ച ഒരു മോണയാണ് എൻ്റെത്. അപ്പോൾ നിങ്ങളാരും ടൂത്ത് പിക്ക് വെച്ചും സേഫ്റ്റി പിൻ വെച്ചൊന്നും മോണമേല് പല്ലിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് പല്ല് കുത്തരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പല്ലെല്ലാം, അതായത് മോണ കേടായി പല്ല് നശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് കാരണം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ പല്ലും മോണയും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയിൽ നിന്ന് ഇങ്ങനെ കുത്തുമ്പോൾ നമ്മുടെ ഭയങ്കര സെൻസിറ്റീവാണ് ഈ മോണയുടെ ഈ സ്കിന്ന്. അപ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആകും. നമ്മൾ ചെറിയ രീതിയിലൊന്ന് കുത്തിയാൽ പോലും മോണ ഡാമേജ് ആകും. അപ്പോൾ അത് കണ്ടിന്യൂസ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ കുത്തി വരുമ്പോൾ മോണ ഡാമേജ് ആയി കഴിയുമ്പോൾ അത് പല്ലിലേക്ക് ബാധിക്കണേ, പിന്നെ പല്ല് കേടാകാൻ തുടങ്ങണേ.
അങ്ങനെയാണ് നമ്മുടെ പല്ലുകൾ കേടാകുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഹാർഡ് ബ്രിസിൽസ് വെച്ചിട്ടാണ് ആ ബ്രഷ് വെച്ചിട്ടാണ് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾക്ക് അത് തേക്കുമ്പോഴാണ് പല്ല് ക്ലീൻ ആയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്. അത് ഞങ്ങൾ എല്ലാവരും ഹാർഡ് ബ്രിസിൽ വെച്ചിട്ട് പല്ല് തേച്ച് വർഷങ്ങളോളം അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മോണയൊക്കെ തേഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും തന്നെ മോണ ഇങ്ങനെ എന്താ പറയുക തിന്നായേക്കണേ. പല്ലിന് വളരെ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് മോണ തിന്നാകുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരണ കാര്യം ഇപ്പോൾ പല്ല് കുത്തുന്നവരും അതുപോലെ ഹാർഡ് ബ്രിസിലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നവരും അത് എത്രയും പെട്ടെന്ന് മാറ്റുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലെല്ലാം പോകും. ഇപ്പോൾ എൻ്റെ ഈ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് എത്ര രൂപയാകുമെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേദനയെ സഹിച്ച് പല്ലുമൊക്കെ ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ ജീവിതം തീർക്കും. അത്രയും രൂപയാണ് പല്ലിൻ്റെ ഒരു കാര്യത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ. പക്ഷേ റിച്ചാർഡ് എന്നെ സമ്മതിക്കാതെ വിളിച്ചിട്ടുണ്ട്. ഇതിന് മുൻപ് റോജറും വിളിച്ചാർന്നിട്ടെ ഒരുപാട് അവൻ ട്രൈ ചെയ്ത് എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം റിച്ചാർഡ് നിർബന്ധപൂർവ്വം അവൻ തന്നെ അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് എന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, മമ്മി ഇന്ന ദിവസം മമ്മിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരൂല, എനിക്ക് പേടിയാണ്. പേടി മാത്രമല്ല, പണച്ചെലവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പണച്ചെലവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അയ്യോ ഇത്രയും രൂപയൊക്കെ ചിലവാക്കി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇതുപോലെയുള്ള നൂല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അമർത്തിയാൽ മതി കേട്ടാ. അപ്പം തന്നെ പല്ലിൻ്റെ ഇടയിലുള്ളത് പോകും. അപ്പം 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റ്, നല്ല വായിലിടുമ്പോഴത്തേക്കും ഈ എന്താ പറഞ്ഞത് ബബിൾക്കം പോലത്തെ ഒക്കെ ഒരു രുചിയും വരും. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ ഇത് പറ്റുന്നവർ മേടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ FLOSS കേട്ടോ, ഇതാണ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇതുപോലത്തെ നൂല് കിട്ടും. അപ്പോൾ അത് ഓരോ നൂലിങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഹാൻഡിലോട് കൂടിയ ഒരു സംഭവമുണ്ട്. അത് ഡിസ്പോസിബിൾ, അത് മൊത്തത്തിൽ കളയണം നമ്മൾ. അപ്പോൾ ഇതിന് എത്ര 175 എന്താണ് ഇതിൻ്റെ വില പറഞ്ഞത് കേട്ടോ. കുറേ നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതും നിങ്ങളുടെ അറിവിലേക്ക് 50 പ്രാവശ്യം ഉപയോഗിക്കാം. എന്താണ് 50 മീറ്ററാ? സോറി, 50 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, 50 മീറ്റർ. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. നിങ്ങൾക്കുള്ള അറിവിലേക്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ അടുത്ത് റോജറാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോഴാണ് ഞാനും അറിയണത് കേട്ടോ. ഇത് പണ്ടേ അവൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഫ്ലോസ് എന്നിട്ടൊരു സംഭവമാണ് മമ്മി, പല്ല് കുത്തരുതെന്നുള്ളത്. ഇങ്ങനെ കുത്തിയാൽ നമ്മുടെ മോണ ഡാമേജ് ആകുകയും പിന്നെ പല്ലൊക്കെ ഇളകിപ്പോവുകയും പല്ല് ഉള്ളിലേക്ക് കേടുവരികയൊക്കെ ചെയ്യണത്. അപ്പം ഇത് ഞാൻ തന്നെ എൻ്റെ പല്ലിന് വരുത്തി വെച്ച ഒരു കുഴപ്പമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എപ്പോഴാണ് മനസ്സിലായത്? പല്ല് മൊത്തം കേടായപ്പോഴത്തേക്കും. അപ്പോൾ ഇനി എൻ്റെ പല്ലിൻ്റെ സ്ഥിതി ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഇവിടെ ഇവിടെ 2 എണ്ണം പെർമനന്റ്, ഒരു പെർമനന്റ് ഒരു ടെമ്പററി ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 എണ്ണം, പിന്നെ പറഞ്ഞാൽ ഇവിടെ പെർമനന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പല്ലിൻ്റെ കേട് ഞാൻ ആ പല്ല് ശരിയാക്കിയതിന് ശേഷം 2 കൂടി ഒന്നിച്ച് മാത്രം ഞാൻ കാണിക്കാം. അത് സീക്രട്ടായിട്ട് ഇരുന്നോട്ടെ. ആ ഒരു കേടാണ് ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യിക്കാനായിട്ട് ഞാൻ ചെന്നത്. പക്ഷെ അത് ഏറ്റവും അവസാനത്തേക്കാണ് അവർ മാറ്റി വെച്ചേക്കുന്നത്. മറ്റുള്ള കുഞ്ഞു കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള പല്ലിൽ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ പല്ലെല്ലാം നമ്മളുടെ ഈ താഴെയൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ ഉള്ളത്, ഉള്ളിൽ അഴുക്കൊക്കെ ഉള്ളത് എല്ലാം ക്ലീൻ ചെയ്ത്, അതും നല്ലൊരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ആ ഒരു ഉമിനീരിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ നമ്മളുടെ പല്ലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാണിച്ചു കൊടുക്കണം അങ്ങനെ കൊണ്ടോ. അപ്പം മിസ്സിനുള്ള പെർഫ്യൂം കൂടി കാണിച്ചു തരാം. മിസ്സിന് മേടിച്ചേക്കണം, അത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നില്ല. കൊണ്ടോ താഴെ അജ്മലിൻ്റെ തന്നെ ഷൈൻ എന്നുള്ള ബ്രാൻഡാണ്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇത് മിസ്സിന് മേടിച്ചേക്കുന്ന പെർഫ്യൂമിൻ്റെ വില 3000 രൂപയാണ്. എനിക്ക് മേടിച്ചതിൻ്റെ എവിടെയുള്ളത് ഇത് എനിക്ക് മേടിച്ച പെർഫ്യൂമിൻ്റെ വില 2000 രൂപയാണ്. എനിക്ക് മേടിച്ചതെന്ന് പറയാനില്ല, 2 ഒന്നിച്ച് മേടിച്ച് മമ്മിക്ക് ഇഷ്ടമുള്ളത് എടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ മറ്റേത് മിസ്സിന് കൊടുക്കാൻ പറഞ്ഞ് ഇത് ഞാനും എടുത്തു. അപ്പോൾ ഇതുവരെ ചെയ്ത പല്ലിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലുമേൽ പിടിച്ചിട്ടില്ല. ആ പല്ലിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഇത്തിരി വേദന ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അത് ഞാൻ പേടിച്ചിരിക്കണേണ്. പിന്നെ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ പല്ല് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പായിട്ട് കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അതിപ്പോൾ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് വരെ, ഞാൻ ചില ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കാണുമ്പോൾ അവർ ഇങ്ങനെ സൈഡ് ചിരിച്ചിട്ട് സൈഡ് കാണുമ്പോൾ അവിടെ ഒരു പല്ലിൻ്റെ ഗ്യാപ്പ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ പല്ല് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് അവർ ബ്യൂട്ടി വ്ളോഗേഴ്സാണ്, എന്നിട്ട് പോലെ എന്താണ് അവരത് ചെയ്യാത്തതെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും പ്രായമായ എനിക്കിനി ആ പല്ല് വെച്ച് ഇത്രയും രൂപ കളയണോ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ റിച്ചാർഡ് ദേഷ്യം വരും. മമ്മി ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് നമുക്ക് ചെയ്യാം. മമ്മി ചിരിക്കുമ്പോൾ കോൺഫിഡൻസോടുകൂടി തന്നെ ചിരിക്കണം. അപ്പം നമ്മുടെ പല്ലുകളെല്ലാം നിരന്നിരുന്നാലേ കോൺഫിഡൻസോടുകൂടി നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറയാനുണ്ട്. എങ്കിലും എനിക്കൊരു വിഷമമാണ്. എത്രയോ രൂപ ചിലവാക്കണം ആ ഒരു പല്ലവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് പണച്ചിലവുണ്ട് എന്നൊക്കെയുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ടെൻഷനിലാണ് കേട്ടോ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അവൻ എന്നോട് ദേഷ്യപ്പെടും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കണേണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പല്ല് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പല്ലിന് പോടുകൾ അങ്ങനെ ഉണ്ടായിട്ടല്ല, അവരത് ഞാൻ പറഞ്ഞായിരുന്നില്ല, ഈ സ്കാൻ ഇത് മറ്റേ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് വൃത്തിയായിരിക്കുന്ന പല്ലിൻ്റെ ഉള്ളിൽ കേട് അവർക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ പല്ലിന് കേടൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള പല്ലുകളാണ് അവർ പൊട്ടിച്ചിട്ട് ഫില്ല് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം അതൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല. നമ്മുടെ ഈ മെയിൻ പല്ല് ചെന്ന് കാണിക്കുക, അത് ഒന്നില്ലെങ്കിൽ പറിക്കുക, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക, അതെന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ വേറെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. അപ്പോൾ റിച്ചാർഡാണ് എല്ലാം ചെയ്തോ, ഇനി ബാക്കി ഒരു കാര്യങ്ങളും ഒഴിവാക്കേണ്ട, വായിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്ന് അവിടെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റിച്ചാർഡ് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സൺഡേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സവാള വറുത്ത് മാറ്റിയത്. അപ്പോൾ അത് ഗാർണിഷ് ചെയ്യാനുള്ള സവാള കുറച്ച് വറുത്തത് മാറ്റിയിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് പിന്നെ വേവിക്കണം. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേവിക്കാനുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ വറുക്കാനിട്ട, ഇപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ വറുക്കാനിട്ട്, ആ വെജിറ്റബിൾ ഓയിൽ വേണം, അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്ന് വേറെ എണ്ണ ഒഴിക്കേണ്ട, അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണത്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു അരക്കപ്പോളം എണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യണ കൂട്ടത്തിൽ. അപ്പോൾ ഇതിനകത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈ സവാള വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞെന്ന് വേണം പറയാം. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടി, ഈ 3 പൊടികൾ ഇട്ടിട്ടുള്ള, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവെള്ള മുളക് പൊടി ഇടണമെങ്കിൽ പച്ചമുളക് പോലും ഇടണ്ട. അത്രയേ ഉള്ളൂ. തൈരും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചിക്കനിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക. ഇപ്പോൾ അത് ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല, കുറച്ച് നേരം ഇരുന്ന് പിടിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ റൈസൊക്കെ അളന്നെടുത്ത് 1 കിലോ റൈസാണ് ഇന്നിപ്പോൾ വെക്കണത് കേട്ടോ. കാരണം എനിക്കും കൂടി കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിച്ചാണ് 2 ദിവസത്തേക്കുള്ള ബിരിയാണി കാണും കേട്ടോ. 2 ദിവസം അവനിഷ്ടമാണ് ഈ ബിരിയാണി, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ റൈസ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് ഇടണം. കാരണം കുറേ ഉപ്പ് നമ്മൾ വെള്ളം അത് ഒഴിച്ച് കളയുമ്പോഴത്തേക്കും വാർത്തല്ല എടുക്കണത്, അപ്പോൾ പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള കൂടുതൽ ഉപ്പിടണം.
അപ്പോൾ ഈ റൈസ് നമ്മൾ ഒരു 1/4 വേവിൽ ഞാൻ വാർത്തിടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പോയി അതെടുത്തിട്ട് വാർത്തിടും. അപ്പോൾ വാർത്തിടുന്ന സമയത്ത് ബാക്കിയുള്ള വേവും കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് 2 ബാച്ച് ഞാൻ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ച് അതിരാവിലെ കഴുകാനിട്ടത് വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഡ്രസ്സുകളായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ മാറ്റുന്നത് ചില ദിവസങ്ങളിൽ 2 വാഷിങ് വേണ്ടി വരും ഇങ്ങനെ മാറ്റുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 വാഷിങ്ങാണ്. അപ്പോൾ ആദ്യത്തെ വാഷിങ്ങിൻ്റെ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ട്, അപ്പോൾ ഇന്ന് അധികം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. സൺഡേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അധികം മഴയൊന്നുമില്ല. സൺഡേ അല്ല, മൺഡേ. ഇതിപ്പോൾ മൺഡേത്തെ കാര്യമാണ് കാണിക്കണം. അങ്ങനെ അതൊക്കെ വിരിച്ച് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ബാക്കി പപ്പയ്ക്കൊരു കറി ഉണ്ടാക്കണം, കാരണം പപ്പ ബിരിയാണി കഴിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് റിച്ചന് ബിരിയാണി ആയി. അപ്പോൾ അതുകൊണ്ട് പപ്പയ്ക്ക് വേണ്ടിയിട്ടൊരു മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഇട്ടിട്ട് മീൻ തിളപ്പിക്കാനായിട്ട് അതാണ് കട്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ വീണ്ടും ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് സലാസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ട് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഇഞ്ചിയും ഒക്കെ ചതച്ചെടുത്ത് പച്ചമുളകും വേപ്പിലെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി മൂടി വെച്ച് വേവിച്ച് പിന്നെ വേവിച്ചുടച്ച് അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മീൻ കഷ്ണം പെറുക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ തൊട്ടപ്പുറത്തെ ബർണർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ റൈസ് ഇപ്പായി വരും. ആ സമയത്ത് ചിക്കൻ ഓടി ഇരുന്നിട്ട് ഒന്ന് 1/4 ഭാഗം വേവാകുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ചിക്കൻ വെച്ചേക്കണത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴുകി വരും, ഇറങ്ങി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേവിച്ച് 1/4 ഭാഗം വെന്ത റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ദമ്മായിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റൂബി കണ്ട സ്യൂഡോ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണ് അവൾ ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യങ്ങളും വെക്കാൻ പറ്റാറില്ല. ആ ഒരു ഭാഗത്ത് വെറുതെ കാലിപ്പാത്രങ്ങളൊക്കെയാണ്, കണ്ടെയ്നറുകളൊക്കെ കാലിയായിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചേക്കണേ, അല്ലാതെ ഒരു സാധനങ്ങൾ അവിടെ വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇടയ്ക്ക് അതിനകത്ത് കയറലും ഇറങ്ങലും ഒക്കെ പതിവുള്ളതാണ്. അപ്പം ഞാൻ ഈ സ്യൂഡോ പ്രഗ്നൻസിയുടെ കാര്യം സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടായിരുന്നു. ഈ സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരിലും ഉള്ളതാണെന്നുള്ളത്. അതിന് ഒരുപാട് ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് ഈ സ്യൂഡോ പ്രഗ്നൻസി ആയിട്ട് വന്നിട്ടുള്ള, അതായത് ഫേക്ക് പ്രഗ്നൻസി എന്ന് പറയും, അത് ആയിട്ട് വരുന്ന സ്ത്രീകളുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്തൊക്കെയാണ് സിംറ്റംസ് ഒരു ഗർഭിണി കാണിക്കുന്നത് അതെല്ലാം ഇവർക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ വയറും നന്നായിട്ട് ആ ഒരു മാസത്തിൻ്റെ അനുസരിച്ചിട്ട് വയറും വലുതാകും, എല്ലാ കാര്യങ്ങളുണ്ട്. അവസാനം സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കുഞ്ഞില്ല അകത്ത് എന്നുള്ളത് മനസ്സിലാക്കുന്നതും ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോഴാണ് അതിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിരിക്കും. ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ് അങ്ങനത്തെ ഒരു സംഭവം. അത് ഞാൻ ഈ ഡോഗ്സിൻ്റെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കുമാണ് ഈ ഒരു സംഭവം ഞാൻ പല ഡോക്ടേഴ്സ് ഇരുന്ന് പറയുന്നുണ്ട് അവർക്ക് ഇതുപോലെ കേസസ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും അതും നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാ. അപ്പോൾ അത് നമ്മൾ മനുഷ്യരിലും ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നത് പ്രഗ്നൻ്റ് ആവാതെ വിഷമിച്ചിരിക്കുന്ന സ്ത്രീകളായിരിക്കുള്ളൂ ആ ഒരു ഫേക്ക് പ്രഗ്നൻസി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ദം ബിരിയാണി ഇടുമ്പോഴേ ഇതുപോലെ മീതെന്ന് ചോറെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് പിന്നെ എടുത്ത് മാറ്റാൻ പറ്റാത്ത ചോറ് മാത്രം ഇതുപോലെ ആ കറിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നാലാണ് ബിരിയാണി നമ്മൾക്ക് വൃത്തിയായിട്ട് വിളമ്പാൻ പറ്റുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഈ റൈസും ആ കറിയെല്ലാം കൂടി കുത്തി മറിച്ച് ഒന്നിച്ചാക്കരുത്. അപ്പോൾ അതൊരു ഇറച്ചിച്ചോറ് കണക്കായി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതുപോലെ റൈസ്, ഇപ്പോൾ ബീഫ് ദം ബിരിയാണി ആണെങ്കിൽ ഇതുപോലെ റൈസ് മീതെ നിന്ന് മാറ്റിയിട്ട് മാത്രം ബാക്കി മാറ്റാൻ പറ്റാത്ത റൈസ് ആ കറീനെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വറുത്ത സാധനങ്ങൾ നമ്മൾ ദം ചെയ്തപ്പോൾ ഇടാതിരുന്നത് അതൊരു കുതിർന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ദം ചെയ്യണ സമയത്ത് നേരത്തെയൊക്കെ ഞാൻ ഇടുമായിരുന്നു. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ ഒരു രീതി മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ റൈസിൻ്റെ കൂട്ടത്തിലേക്കാണ് നമ്മൾ വറുത്ത കശുവണ്ടി മുന്തിരി സവാള ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഈ ചോറുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആ ഗ്രേവി ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മീതയിലേക്ക് ഈ പ്ലെയിനായിട്ട് ഗ്രേവി അധികം ഇല്ലാത്ത റൈസ് ഇട്ട് അതിൻ്റെ മീതയിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗാർണിഷ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് റൈസ് വൃത്തിയായിട്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കറിയും കൂടി മിക്സായിട്ട് ഗ്രേവി ഇല്ലാതെ നമ്മൾ അടിയിലൊരിത്തിരി ഗ്രേവി വെച്ചിട്ട് വേണം ബിരിയാണി റൈസ് മുകളിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിച്ചാർഡിന് സർപ്രൈസായിട്ട് ഞാൻ മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
അത് കാണാതെ കഴിക്കും, മുട്ട വെച്ചിട്ടില്ല എന്ന് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ നേരത്തെ ഞാൻ പറയില്ല. കാരണം അവർക്ക് അത് ആ ഒരു സന്തോഷം, ഇത്രയും പ്രായമായ കുട്ടികളാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേ മുട്ട എന്നിങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയൂല കേട്ടോ. അപ്പോൾ അവർ ചോദിക്കും മുട്ട വെക്കണുണ്ടോ ബിരിയാണി? അവനെ ഇല്ല വെക്കണില്ല. അപ്പോൾ അവർ കുഴപ്പമില്ലാന്ന് ചോദിക്കും. പക്ഷേ എടുക്കുമ്പോൾ മുട്ട കാണുമ്പോൾ ആ ഒരു സന്തോഷം, അത് മൂന്നാൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒളിപ്പിച്ചിട്ടാണ് എപ്പോഴും വെക്കണത്. അപ്പോൾ അത് സല്ലാസിപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. നമ്മൾ തൈര് ചേർത്ത് ഉണ്ടാക്കണത്. തൈര് ചേർത്തുണ്ടാക്കി ആ തൈരും വേസ്റ്റാണ്, അത് കഴിക്കാതെ കുറേ കളയും. അപ്പോൾ അത് ഇതാകുമ്പോൾ എന്തായാലും കഴിച്ച് തീർക്കും. നല്ലൊരു ടേസ്റ്റ് ആയതിന്, വേസ്റ്റും പോകുന്നില്ല, ചിലവും കുറവ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സല്ലാസ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒരു പപ്പടവും കൂടി വെച്ച് അച്ചാറും ഒക്കെ വെച്ച് തക്കാളിയുടെ പീസൊക്കെ വെച്ച് ഇത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ മാത്രമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ബിസ്ക്കറ്റ് അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ തീർന്നത് കേട്ടോ. ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.